ഇനി അതിനകത്തോട്ട് നമുക്ക് നവരയില 5-6 ഇട്ട് കൊടുക്കാവേ. അപ്പോൾ നവരയിലയുടെ ഗുണങ്ങൾ അറിയാമല്ലോ, ഭയങ്കര ഒരു മണമാണ് തിളയ്ക്കുമ്പം തന്നെ. ഇനി നമുക്കതിനകത്തോട്ട് നമ്മുടെ ഉള്ളിയുടെ വേസ്റ്റ്, വെളുത്തുള്ളി, അതേപോലെ പച്ചമുളകിൻ്റെ ഞെട്ട് ഇതെല്ലാം ഇട്ട് കൊടുക്കുക കേട്ടോ. നല്ലൊരു സൊല്യൂഷനാണ് ഇതെല്ലാം കൂടെ വെന്ത് വരുമ്പോഴത്തേനും. അപ്പോൾ നമ്മുടെ കയ്യിൽ വെളുത്തുള്ളി പഴയതൊക്കെ ഉണ്ടെങ്കിൽ, കേടായിട്ടൊക്കെ ഉള്ളതുണ്ടെങ്കിൽ അതും കൂടെ ഇതിനകത്ത് ചതച്ച് ചേർക്കാം. അതേപോലെ സവാളയുടെ വേസ്റ്റ് ഒക്കെ ഇട്ട് കൊടുക്കുക. ഇതൊക്കെ 5-6 ഗ്രാമ്പും ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് നമുക്ക് പൊടിച്ച് ചേർക്കാം. അപ്പോൾ പൊടിച്ച് ചേർക്കുമ്പോൾ നല്ലൊരു മണം കിട്ടും. മുഴുവനത്തെ വേണമെങ്കിൽ ഒന്ന് ചതച്ചിട്ടിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ഇതുപോലെ പൊടിച്ച് ചേർക്കാം. അപ്പോൾ അതെല്ലാം കൂടെ നല്ലോണം ഒന്ന് വെന്ത് തിളച്ച് വരട്ടെ കേട്ടോ. കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. കാരണം അതിന് എത്രയാകുമ്പോഴത്തേനും നല്ല അത് തിളച്ച് ഉണ്ടോ, അതിൻ്റെ സത്തെല്ലാം അതിനകത്തോട്ട് ഇറങ്ങി വരുമ്പോൾ നല്ലൊരു കളർ അതിന് കിട്ടും കേട്ടോ. നല്ലൊരു ബ്രൗൺ കളർ കിട്ടും. കാരണം ഈ നവരയിലയുടെയും ഗ്രാമ്പൂവിൻ്റെയും വെളുത്തുള്ളിത്തൊലി, അതേപോലെ സവാളത്തൊലി, പച്ചമുളകിൻ്റെ ഞെട്ടൊക്കെ ആണെങ്കിൽ പച്ചമുളക് ഉണ്ടെങ്കിൽ ചതച്ചിടാം. ഇനി നമുക്ക് തിളച്ച് വരുമ്പോഴത്തേനും ഇതിനകത്തോട്ട് കുറച്ച് പൗഡർ ഇതേപോലെ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ എക്സ്പയറായ പൗഡറൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ ഇട്ട് കൊടുക്കുക. നല്ലൊരു മണമാണ്. ഇതെല്ലാം കൂടെ ചേരുമ്പോൾ ഒരു സൊല്യൂഷൻ നല്ലൊരു മണമാണ്. കാരണം കിച്ചണിൽ ഇത് തിളയ്ക്കുമ്പോൾ തന്നെ ഫുള്ളാകെ നല്ലൊരു മണമാണ്. അപ്പോൾ ഈ ഒരു മണം പല്ലിക്കും പാറ്റയ്ക്കും ഉറുമ്പിനും ഒന്നും ഇഷ്ടമല്ല കേട്ടോ. ഈ ഒരു സ്പ്രേ നമ്മളെ മുറ്റത്തൊക്കെ പെരിച്ചാഴിയൊക്കെ ശല്യം ഉണ്ടെങ്കിൽ തന്നെയും ഇതൊന്ന് സ്പ്രേ അടിച്ച് കൊടുക്കണം. ആ ഭാഗത്തോട്ട് കുറേ നാളത്തേക്ക് നമുക്ക് പെരിച്ചാഴി ശല്യമൊന്നും കാണത്തില്ല, എലി ശല്യം കാണത്തില്ല. അപ്പോൾ ഇതേപോലെ നമുക്ക് എല്ലാം ഒന്ന് വെന്ത് വന്നപ്പോഴത്തേനും താണ്ട് ഞാനൊന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കൂടെ ഒന്ന് നല്ല രീതിയിലൊന്ന് അരിച്ചെടുത്തിട്ടുണ്ടോ. എല്ലാം വേസ്റ്റ്, ഈ വേസ്റ്റ് നമുക്ക് ചെടിയുടെ ചുവട്ടിയിട്ട് കൊടുക്കാം കേട്ടോ, കളയണ്ട. കാരണം നല്ലൊരു വളമാണിത്. തണുത്തതിന് ശേഷം നമ്മുടെ ചെടിയുടെ ചുവട്ടിലിട്ട് കൊടുക്കാം. അപ്പോൾ ഈ ഒരു സൊല്യൂഷൻ നമുക്ക് തണുത്തതിന് ശേഷം കുപ്പിക്കകത്തോട്ട് ഒഴിക്കാം. എന്നിട്ട് നമുക്ക് പല്ലി വരുന്നിടത്തും പാറ്റ വരുന്നിടത്തും ഉറുമ്പ്, അതേപോലെ ചിലന്തി, എട്ടുകാലി ഇതൊക്കെ വരുന്ന ഭാഗത്തെല്ലാം നമുക്ക് ഇതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം. അതേപോലെ നമ്മുടെ മുറ്റത്ത് ചെടിയുടെ ഇടയ്ക്കൊക്കെ എലി വന്ന് ചെടിയൊക്കെ നശിപ്പിക്കാറുണ്ടല്ലോ. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്തെല്ലാം നമുക്ക് ഇതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം. ചെടിയിൽ വീണാലും പ്രശ്നമൊന്നുമില്ല. കാരണം ഇതിനകത്ത് പ്രത്യേകിച്ച് കെമിക്കലൊന്നും ഇല്ലല്ലോ, എല്ലാം നല്ല സാധനങ്ങളാണ്. നമുക്ക് മുറ്റത്താണെങ്കിലും ഇപ്പോൾ നമ്മുടെ വീട്ടിൽ അലർജി ഉള്ളവർക്കാണെങ്കിലും ഇതെല്ലാം സ്പ്രേ ചെയ്യാം കേട്ടോ. നമുക്ക് പേടിക്കാതെ തന്നെ ഇങ്ങനെയൊക്കെയുള്ള ഒരു സൊല്യൂഷൻ റെഡിയാക്കിയാൽ നമുക്ക് എവിടെ വേണേലും ധൈര്യമായിട്ട് ഒഴിക്കാം. പുറത്ത് നമ്മൾ കെമിക്കൽ ഒക്കെ മേടിക്കുമ്പോൾ തന്നെ അലർജി ഉള്ളവർക്കാണെങ്കിലും അതേപോലെ കുട്ടികളുള്ള വീട്ടിലൊക്കെ അതൊക്കെ പ്രശ്നമാകും. അപ്പോൾ ഇതേപോലെയൊക്കെ നമുക്കുണ്ടാക്കി നമുക്ക് വീട്ടിലുള്ള എല്ലാ പല്ലി എലിയൊക്കെ നമുക്ക് ഓടിക്കാവുന്നതേ ഉള്ളൂ. അപ്പം ഇതേപോലെ ജനലിൻ്റെ പുറത്ത് കണ്ടോ അതേപോലെ ഒഴിച്ചു കൊടുക്കുക. ജനലിൻ്റെ ഭാഗത്തൊക്കെ എന്തെങ്കിലുമൊക്കെ ഇഴജന്തുക്കളൊക്കെ വരികയാണെങ്കിൽ ആ ഒരു സ്മെല്ലടിച്ചിട്ട് പിന്നീട് വരത്തില്ല. അപ്പോൾ ഇതേപോലെ ഉറുമ്പ് വരുന്ന സ്ഥലത്തെല്ലാം നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം. അതേപോലെ പല്ലി എവിടെയൊക്കെയാണോ, അതേപോലെ നമ്മുടെ ചെടികളുണ്ടോ, ചെടിയുടെ ഭാഗത്തെല്ലാം ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ചെടിയിൽ വീണാലും പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. അത് മാത്രമല്ല അതിൻ്റെ ആ വേസ്റ്റ് നമുക്ക് ചെടിക്കകത്തോട്ട് ഇട്ട് കൊടുക്കുകയും ചെയ്യാം. അപ്പോൾ ഈ ഭാഗത്തൊക്കെ നമുക്ക് എലിയൊക്കെ വരികയാണെങ്കിൽ ആ ശല്യമൊക്കെ ഒഴിവാക്കിയിട്ട്, അതേപോലെ ഇഴജന്തുക്കളൊക്കെ വരികയാണെങ്കിൽ ഈ ഒരു സ്മെല്ലടിച്ചിട്ട് ആ ഭാഗത്തൊക്കെ വരത്തില്ല കേട്ടോ. അതിൻ്റെ വേസ്റ്റാണ് ഞാനിപ്പോൾ ചെടിക്ക് ഇട്ട് കൊടുക്കുന്നത്. നല്ലൊരു വളമാണ്. അതൊക്കെ ഒന്ന് അഴുകി കിട്ടുമ്പോഴത്തേനും. എലി ഉണ്ടോ, ആ എലിയൊക്കെ വരുന്ന ഭാഗത്ത് ചെടിയൊക്കെ നശിപ്പിച്ച് കളയുകയാണെങ്കിൽ ഇതേപോലെ ആ ഭാഗത്തൊക്കെ ഒഴിച്ചു കൊടുക്കാമല്ലോ. വീട്ടിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ല ഒരു കെമിക്കലും കാര്യങ്ങളൊന്നും ഇല്ലാത്ത നല്ല അടിപൊളി സൊല്യൂഷനാണിത്.